ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, നമ്മുടെ ഫസ്റ്റ് ഇയറിലെ എക്സാം പാറ്റേൺ മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ പാസ്സാവുന്ന ക്രൈറ്റീരിയ, ഒരു ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ, നമ്മൾ എങ്ങനെയാണ് ഒരു എക്സാമിന് പാസ്സായെന്ന് പറയുന്നത്, അതിന്റെ ക്രൈറ്റീരിയയിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. സോ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പ്ലസ് ഫസ്റ്റ് ഇയറിലെ മെയിൻ വില്ലൻ ആരാണ്, നമ്മുടെ ഇയർകാർക്ക്, അതിന്റെ കാര്യങ്ങളെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു വീഡിയോ ആയിരിക്കും ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. സോ നമ്മുടെ 19 ബാച്ച് തൊട്ട് 22 ബാച്ച് വരെ ഉണ്ടായിരുന്ന പോലത്തെ ഒരു എക്സാം പാറ്റേൺ അല്ല 23 ബാച്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അവർക്ക് വേറെ രീതിയിലായിരുന്നു നമുക്ക് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോട്ടലായിട്ട് നമുക്ക് ഫസ്റ്റ് ഇയറിൽ 3 സബ്ജക്ട് ഉണ്ട്. ഓരോ സബ്ജക്ട് എന്ന് പറയുന്നത് 2 പേപ്പർ ഉണ്ടായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് അനാറ്റോമി എടുത്തു കഴിഞ്ഞാൽ പേപ്പർ 1 ഉണ്ടാവും, പേപ്പർ 2 ഉണ്ടാവും. പേപ്പർ 1 എന്ന് പറയുന്നത് 100 മാർക്കിന്, പേപ്പർ 2 എന്ന് പറയുന്നത് അടുത്ത 100 മാർക്കിന്. അപ്പൊ മൊത്തം ഇത്രയും 200 മാർക്ക് വരും. അതിനുശേഷം 100 മാർക്കിന്റെ പ്രാക്ടിക്കൽ. അങ്ങനെയായിരിക്കും എല്ലാ സബ്ജക്റ്റും. അങ്ങനെ തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ അനാറ്റോമി എടുത്തു. അനാറ്റോമിയിലെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലെ മൊത്തത്തില് നമുക്ക് 80 മാർക്കിന്റെ തിയറിയും 20 മാർക്കിന്റെ MCQs ആയിരിക്കും. ഈ 80 മാർക്കില് ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, 10 മാർക്കിന്റെ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തെന്ന് പറഞ്ഞാൽ ഷോർട്ട് എസ്സേ ആയിരിക്കും. അതായത് 6 മാർക്കിന്റെ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഷോർട്ട് നോട്ട് ആയിരിക്കും. അതായത് 4 മാർക്കിനായിട്ട് 6 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ലോങ് എസ്സേന്ന് 20 മാർക്ക്, ഷോർട്ട് എസ്സേന്ന് 36 മാർക്ക്, അത് കഴിഞ്ഞിട്ട് ഷോർട്ട് നോട്ടിന് 24 മാർക്ക്. അങ്ങനെ ടോട്ടൽ എത്രയായി, 80 മാർക്കായി. അതാണ് തിയറി പാർട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ MCQs ആയിരിക്കും. MCQs എന്ന് പറയുന്നത് 20 മാർക്കിനാണ് വരുന്നത്. ഈ 20 മാർക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സിംഗിൾ ആൻസേഴ്സ് വരുന്ന, അതായത് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരു ക്വസ്റ്റ്യൻ തരും, അതിന് സിംഗിൾ ആൻസർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനത്തെ 5 ഉണ്ടാവും. അടുത്തെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റെസ്പോൺസ് ടൈപ്പ് ആയിരിക്കും. അതായത് ഒരു ക്വസ്റ്റ്യന് ഒന്നിലേറെ ആൻസേഴ്സ് ഉണ്ടായിരിക്കണം. മനസ്സിലായി? ഇപ്പൊ നമ്മുടെ നീറ്റിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോലെ. അപ്പൊ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് അസേർഷൻ റീസൺ ആണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി നീറ്റ് കഴിഞ്ഞ് വന്ന കുട്ടികളാണ്. സോ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇപ്പൊ എയും ബി എന്ന് പറഞ്ഞ 2 സെന്റൻസ് വന്നിട്ട് എയും ബിയും കറക്റ്റ് ആണ്, ബി എന്ന് പറയുന്ന എയുടെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആണ്, അല്ലെങ്കിൽ എയും ബിയും കറക്റ്റ് ആണ്, ബി എന്ന് പറയുന്നത് എയുടെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ അല്ല. അങ്ങനത്തെ കൈൻഡ് ഓഫ് ഓപ്ഷൻസ് വരും. അടുത്ത ഫൈനൽ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേസ് സിനാരിയോ തരും. ഈ കേസ് സിനാരിയോയിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? അങ്ങനെ മൊത്തത്തില് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 20 ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമായിരിക്കും. അങ്ങനെ ടോട്ടൽ 20 മാർക്കിന്. നമുക്ക് ഇവിടെ നീറ്റ് പോലെ തന്നെ നെഗറ്റീവ് മാർക്കൊന്നുമില്ല. അതായത് ഇപ്പൊ ഒരു ഉത്തരം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് മാർക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് പോയ ആ 1 മാർക്ക് മാത്രമേ പോകും. വേറെ ഫർദർ ആയിട്ടുള്ള വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളില്ല. അങ്ങനെ ടോട്ടൽ ഇങ്ങനെയാണ് നമുക്ക് 100 മാർക്കിന്റെ വരുന്നത്. സോ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ നമ്മുടെ ജൂനിയേഴ്സിന്റെ അനാറ്റോമിന്റെ ഒരു പേപ്പർ ഞാൻ ഇവിടെ കാണിക്കാം. ഇതേ പാറ്റേൺ തന്നെയായിരിക്കും നമ്മുടെ ഫിസിയോളജിയിലായാലും ബയോകെമിസ്ട്രിയിലായിട്ടും ഉണ്ടാകുന്നത്. അപ്പൊ ഞാനത് ഇനി അതിന്റെ ഓരോ സബ്ജക്റ്റ് ആയിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമ്മുടെ പ്രാക്ടിക്കലിന്റെ കാര്യം നോക്കുവാണെങ്കിൽ, പ്രാക്ടിക്കൽ ഇപ്പൊ അനാറ്റോമി 100 മാർക്കിനാണ് ഉണ്ടാവുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഞാനൊന്ന് ബ്രീഫ് ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളെ ഡിസക്ഷൻ ഹോളിൽ നമുക്ക് ഒരു 20 മാർക്കിന്റെ ഒരു പ്രാക്ടിക്കൽ ഉണ്ടാവും. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓർഗൻ, അതായത് എബോ തൊറാക്സ്, ബിലോ തൊറാക്സ്, അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇപ്പൊ എബോ തൊറാക്സിലുള്ള ഏതെങ്കിലും ഒരു ഓർഗൻ നമ്മുടെ കയ്യിൽ ധരിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈ അപ്പർ ലിമ്പിന്റെ ഈ ഒരു പാർട്ടായിരിക്കും നമുക്ക് തരുന്നത്, ചിലപ്പോൾ നമുക്ക് ബ്രെയിൻ ആയിരിക്കും തരുന്നത്, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫാരിങ്സോ ലാരിങ്സോ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടായിരിക്കും തരുന്നത്. പിന്നെ നമുക്ക് ബിലോ തൊറാക്സ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ സ്റ്റൊമക്ക് തരാം, സ്പ്ലീന് തരാം, കിഡ്നി തരാം, അതല്ലെങ്കിൽ നമുക്ക് ഒരു ലെഗ് തരാം. അപ്പൊ എനിക്ക് തന്നെ ഫസ്റ്റ് ഇയറിൽ എബോ തൊറാക്സ് എനിക്ക് തോന്നുന്നു ഹാർട്ടായിരുന്നു കിട്ടിയിരുന്നത്, ബിലോ തൊറാക്സ് എനിക്കൊരു ലെഗ് ആയിരുന്നു കിട്ടിയത്. ലെഗിന്റെ മസിൽസ് ഏതൊക്കെയാണ്, നെർവ്സ് ഏതൊക്കെയാണ്, ആക്ഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെയായിരുന്നു എന്റെ അടുത്ത് ചോദിച്ചിരുന്നത്. അപ്പൊ അതുപോലെ അതിന്റെ ഒരു 20 മാർക്കിനൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സർഫസ് അനാറ്റോമി ഉണ്ടാവും. സർഫസ് അനാറ്റോമി ഓൾറെഡി മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, പറയുന്നില്ല. നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ള ഡിസെക്ട് ഒന്നും ചെയ്യാത്തൊരു
കെടാറ് നമുക്ക് തരും. സാറ് നമ്മളോട് ഏതെങ്കിലും ഒരു സ്ട്രക്ചർ പറയും, ചിലപ്പോൾ ലിവർ ആകാം, ഹാർട്ട് ആവാം. സോ അതിന് നമ്മൾ സർവീസ് അനാറ്റമി നമ്മൾ ചെയ്യണം. അതൊരു 5 മാർക്കിന് ഉണ്ടാവും. പിന്നെ നമുക്ക് ഓസ്റ്റിയോളജി ആണ്. ഓസ്റ്റിയോളജി ഒരു 5 മാർക്കിനായിരിക്കും. ഹ്യൂമറസോ റേഡിയസോ അല്ല ടിബിയ അതല്ലെങ്കിൽ നമ്മുടെ കാർപ്പൽ ബോൺസ് അങ്ങനെ ഏതെങ്കിലും, അല്ലെങ്കിൽ ടാർസൽ ബോൺസ് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ബോൺസ് നമുക്ക് തരും. ചിലപ്പോൾ നമുക്ക് സ്കള്ളായിരിക്കും തരുന്നത്. ഏതെങ്കിലും തന്നിട്ട് ചിലപ്പോൾ പല പല ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇന്നതൊന്നുമില്ല, എല്ലാ പാർട്സും നമ്മളോട് പറയാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ ഒറിജിൻ ചെയ്യുന്ന കുറച്ച് മക്കളുടെ പേര് പറയാൻ വേണ്ടി എന്നിട്ട് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. പ്രത്യേകിച്ച് ഇപ്പൊ ഹ്യൂമറസ് ഫീമർ ബോൺസ് ഒക്കെ കിട്ടുന്നവരാണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ അനാറ്റോമിക്കൽ പൊസിഷനിൽ വെക്കാൻ വേണ്ടി പഠിക്കണം. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഏത് സൈഡാണ് കണ്ടുപിടിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് അടുത്ത 5 മാർക്കിൽ പറഞ്ഞാൽ നമ്മൾ റേഡിയോളജിയാണ്. അത് ഏതെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സ്റേ തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ അതിലെ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതെന്ന് പറഞ്ഞാൽ മതി. അതും വലിയ സീനൊന്നും ഭയങ്കര സിമ്പിൾ ആണ്. പിന്നെ ഹിസ്റ്റോളജി സ്പോട്ടേഴ്സ് ഉണ്ടാവും. സ്പോട്ടേഴ്സിൽ കുറെ സ്ലൈഡ് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ റീല് കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഓരോ ബെല്ലടിക്കുമ്പോഴേക്കും അടുത്ത സ്റ്റേഷനിലോട്ട് പോകണം. പല പല സ്റ്റേഷനിൽ ചെന്നിട്ട് നമ്മൾ അങ്ങനെ ഓരോ സ്ലൈഡ് കണ്ടുപിടിക്കുക. അത് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സഹായിച്ച ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എഴുതണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു സ്ലൈഡ് നമുക്ക് തരും. എന്നിട്ട് ആ സ്ലൈഡ് നമ്മൾ നോക്കിയിട്ട് നമ്മളത് കണ്ടുപിടിക്കുന്നു, അതിന്റെ ഫീച്ചേഴ്സ് എഴുതുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് സാർമാര് വന്നിട്ട് നമ്മുടെ അടുത്ത് വൈവ ചോദിക്കും. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു സ്ലൈഡ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ പേഴ്സണൽ ആയിട്ട് എനിക്ക് DM ചെയ്യുന്നവരോട് മാത്രമേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. ഞങ്ങൾക്ക് വീഡിയോയിൽ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഇനി സ്പോട്ടേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ഡിസെക്ഷൻ ഹോളിലും നമുക്ക് സ്പോട്ടേഴ്സ് ഉണ്ടായിരിക്കും. അതിപ്പോ ഹാർട്ട് ആവാം, ലങ്സ് ആവാം, ലെഗ് ആകാം, സ്റ്റൊമക്ക്, സ്പ്ലീന്, കിഡ്നി അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ അങ്ങനെ ഏത് സ്ട്രക്ചർ വേണമെങ്കിലും വെച്ചിട്ട് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇപ്പൊ അപ്പർ ലിംബാണ് വെച്ചിട്ടുള്ളത്, പിൻ ചെയ്ത് വെച്ച മസിൽ ഏതാണ്, മസിലിന്റെ ആക്ഷൻ ഏതാണ്, അങ്ങനെ അത് പറഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ എംബ്രിയോളജി ഉണ്ടാവും. എംബ്രിയോളജിയിൽ നമുക്ക് കുറെ ചാർട്ട്സ് ആയിരിക്കും. ഈ ചാർട്ട്സ് വന്നിട്ട് എന്ത് പ്രൊസീജിയർ ആണ് അല്ലെങ്കിൽ ഈ പ്രോസസ് എന്താണ് നമ്മുടെ ഫീറ്റസിന്റെ ഡെവലപ്മെന്റിൽ ഏതെങ്കിലും ഒരു സ്റ്റേജസ് നമുക്ക് തന്നിട്ടുണ്ടാവും. അതിൽ എന്ത് ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ് ഉണ്ടാകുന്നത്, അതിന്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള വൈവ ഉണ്ടാവും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചേർന്നിട്ട് നമ്മുടെ അനാറ്റോമിയുടെ എന്തുണ്ടായി, നമ്മുടെ പ്രാക്ടിക്കൽ 100 മാർക്കിന്റെ ആവും. അങ്ങനെയാണ് നമ്മുടെ അനാറ്റോമി പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. ഫിസിയോളജി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഫിസിയോളജി നമുക്ക് ഹെമറ്റോളജിയിലെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതല്ലാതെ നമ്മൾ ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യമുണ്ട്. ഹെമറ്റോളജിയിൽ മെയിൻ ആയിട്ട് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉണ്ട്. പിന്നെ നമുക്ക് സ്മിയർ പ്രിപ്പറേഷൻ ഉണ്ട്. ഹീമോഗ്ലോബിന്റെ വാല്യൂ എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി അതുണ്ടാവും. പിന്നെ അതല്ലാണ്ട് നമ്മൾ ഓരോ എക്സാമിനേഷൻ, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെ എക്സാമിനേഷൻ, റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ എക്സാമിനേഷൻ, ഹെൽത്ത് എക്സാമിനേഷൻ, സീരിയസ് എക്സാമിനേഷൻ, അതും ഭയങ്കര രസമാണ്. കാരണം നമുക്ക് ഏത് സിസ്റ്റം വേണമെങ്കിലും കിട്ടാം. ഏതെങ്കിലും ഒരു സിസ്റ്റം കിട്ടിയിട്ട് നമുക്കൊരു ഒന്നെങ്കിൽ മെയിൻലി ചിലപ്പോൾ ഡമ്മി തന്നിട്ടുണ്ടാവും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡമ്മി ആയിരിക്കും. നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ചേട്ടനെ നമ്മൾ അവിടെ ഉള്ള ഏതെങ്കിലും ഒരു ചേട്ടനെ വിളിച്ചിട്ട് വന്നിട്ട് നമ്മൾ ആ ചേട്ടനിലായിരിക്കും നമ്മൾ എക്സാം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഫാക്കൽറ്റി പറയും GIT എക്സാമിനേഷൻ ചെയ്യും. റൈറ്റ് സൈഡ് നിൽക്കണം, കൺസെന്റ് ചോദിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ എക്സാം ചെയ്യുന്നതിന് മുമ്പ് സാനിറ്റൈസർ യൂസ് ചെയ്യണം. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ ബേസ്ഡ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് എക്സാം ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മാർക്ക് കിട്ടും. പിന്നെ നമുക്ക് വൈവ ഉണ്ടാവും. 4 സ്റ്റേഷനായിട്ട് എല്ലാ സിസ്റ്റത്തിന്റെയും കുറച്ച് അതിനകത്ത് 4 ഫാക്കൽറ്റീസിന് കുറച്ച് സിസ്റ്റം ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഫാക്കൽറ്റിയുടെ അടുത്ത് നമ്മൾ ചെയ്യുമ്പോഴേക്കും ഓരോ കറസ്പോണ്ടിങ് സിസ്റ്റത്തിന്റെ നമുക്ക് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറെ ഇൻസ്ട്രുമെന്റ്സ് അതെന്താണ്, അതിന്റെ യൂസ് എന്താണെന്ന് ചോദിക്കും. പിന്നെ ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. ബയോ കെമിസ്ട്രി അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂറിൻ എക്സാമിനേഷൻ ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് യൂറിൻ തന്നിട്ട് നമ്മുടെ ഗ്ലൂക്കോസ് കണ്ടുപിടിക്കുക, പ്രോട്ടീൻ കണ്ടുപിടിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഏതെങ്കിലും ഒരു ചാർട്ട് തന്നിട്ട് അതിനകത്ത് ഒരു സിനാരിയോ ഉണ്ടായിരിക്കും. നമ്മൾ അതെന്താ അത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ സബ് ക്വസ്റ്റ്യൻസ് എഴുതാൻ. അത് അത്രേ ഉള്ളത്. ഭയങ്കര സിമ്പിൾ ആണ്. നമ്മള് പണ്ടത്തെ കെമിസ്ട്രി അതുപോലെയൊക്കെ ഉണ്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ബയോ കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ എക്സാം പാസ് ആവാനുള്ളൊരു ക്രൈറ്റീരിയ നമുക്ക് എന്താ വേണ്ടതെന്നാണ്. ഈ ഒരു കാര്യം വന്നതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം പാസ് ആവുന്നത് കുറച്ചുകൂടെ ഈസി ആയി തന്നെ പറയാം. നമ്മൾക്ക് തിയറിക്ക് ഒരു 40% നമുക്ക് കിട്ടിയെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലിന് ഒരു 60% നമ്മൾ മേടിക്കണം. അല്ലെങ്കിൽ ഓപ്പോസിറ്റ്, തിയറിക്ക് നമ്മൾ ഒരു 60% മേടിക്കണം, പ്രാക്ടിക്കലിൽ നമ്മൾ 40% മേടിക്കണം. അങ്ങനെ നമ്മൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവും. ഉദാഹരണത്തിന് ഇപ്പൊ അനാറ്റമിക്ക് തന്നെ 2 പേപ്പർ ഉണ്ടല്ലോ. ഈ 2 പേപ്പർ കൂടുമ്പോഴേക്കും നമുക്കൊരു 80 മാർക്ക് കിട്ടണം. 200-ല്
80 എന്ന് പറയുമ്പോഴായിരിക്കണമല്ലോ 40% വരുന്നത്. ഒരു പേപ്പറിൽ 40 ആണെങ്കിൽ അടുത്ത പേപ്പറിൽ 40 മിനിമം വേണം. അങ്ങനെയാണെങ്കിൽ 80 വന്നിട്ട് നമ്മൾ പാസ്സാവും. അതല്ല, ഇപ്പൊ നമുക്ക് ഒരു പേപ്പറിൽ 70 ഉണ്ട്, അപ്പൊ ഇനി 80 കിട്ടാൻ എത്ര മതി? 10 മാർക്ക് മതി. അപ്പൊ രണ്ടാമത്തെ പേപ്പറിൽ 10 ആണെങ്കിൽ നമുക്ക് 80 ആയല്ലോ. അതായത് പേപ്പർ 1ന് ഒരു 70 ഉണ്ട്, പേപ്പർ 2ല് നിങ്ങൾക്ക് 10 ആണ്. ഈ രണ്ടും കൂടെ ചേരുമ്പോ എത്രയായി? 80 ആയില്ലേ? അപ്പൊ ഈ 80 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് 200-ല് ഒരു 40% ആയി. അപ്പൊ നമ്മള് പാസ്സാവും. പക്ഷെ അപ്പൊ നമ്മള് പ്രാക്ടിക്കല് ഒരു 60% നമ്മൾ മേടിക്കണം. നമ്മൾ നന്നായിട്ട് കുറച്ചുകൂടെ പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പാസ്സാവാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ നമ്മള് തിയറി പേപ്പറിൽ 60%, അതായത് 2 പേപ്പറും കൂടെ ചേരുമ്പോഴേക്കും നമുക്ക് 120 മാർക്ക് നമ്മൾ മേടിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലിൽ 40% മതി, നമ്മൾ പാസ്സായിക്കോളും. സോ ഞാൻ നിങ്ങളോട് പറയാണ്, ഫസ്റ്റ് ഇയർ സീരിയസ് ആയിട്ട് പഠിക്കണം. ഇയർ ബാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളതുകൊണ്ട്. കാരണം ഇപ്പൊ നമ്മളൊരു 1 ഇയർ നമ്മളെ ബാച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഉദാഹരണം പറയുന്നത് ഞങ്ങൾ 21 ബാച്ച്. അപ്പൊ നമ്മളൊരു ബാച്ച് ആയിട്ട് 1 ഇയർ ഫുള്ള് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റില് ആ ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് നമ്മുടെ ബാച്ചിൽ നിന്ന് നമ്മുടെ ജൂനിയർ ബാച്ചിനോട് ഇരുന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സങ്കടം പിടിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് ഇയർ നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പൊ ഇയർ ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഇയർ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇയർ എഴുതിയെടുക്കാം 4 ചാൻസ് വരെ. ഇത് മാത്രമല്ല, ഫസ്റ്റ് ഇയറിലെ വാല്യുവേഷൻ കുറച്ച് നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആണ്. കാരണം സെക്കൻഡ് ഇയർ തേർഡ് ഇയർ അങ്ങനെ തോന്നിയിട്ടില്ല. തേർഡ് ഇയർ ഞാൻ എഴുതാൻ പോകുന്നേ ഉള്ളൂ, എന്നാലും പറയാണ്. പക്ഷെ ഫസ്റ്റ് ഇയർ നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആയിരിക്കും വാല്യുവേഷൻ. ഞാൻ പേടിപ്പിക്കാൻ പറയുന്നില്ല, പക്ഷെ കാര്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ തന്നെ ഫസ്റ്റ് ഇയർ നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഫസ്റ്റ് ഇയർ 4 ചാൻസ് ഉണ്ട് എഴുതിയെടുക്കാൻ വേണ്ടി. ആദ്യത്തെ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നത്, നമ്മുടെ ഫസ്റ്റ് ടൈം എഴുതുന്നതാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാം ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാസ്സായില്ല, പിന്നെ നമുക്ക് 2 ചാൻസേ ഉള്ളൂ. ആ 2 ചാൻസിൽ നമ്മൾ പാസ്സായില്ലെങ്കിൽ പിന്നെ നമുക്ക് എൻട്രീസ് തുടരാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പം ഇയർ ബാക്കും കാര്യങ്ങളൊന്നും വരാതെ നോക്കുക. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ എക്സാം പാറ്റേൺ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അത്രയുള്ള ഈ വീഡിയോ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ ബൈ.